അപ്പോൾ ഇന്ന് ഞാൻ മിഡ് റൈസ് ജീൻസിൻ്റെ കൂടെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം ക്യാഷ്വലായിട്ട് എന്നാണ് കാണിക്കുന്നത്. പല രീതിയും നമുക്ക് ചെയ്യാം, ബട്ട് ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു ടൈപ്പ് ടീഷർട്ടാണ്. ഇത് ഫ്രണ്ടിൽ കയറി ഇങ്ങനെ കിടക്കും, ബാക്കിൽ ഇങ്ങനെ കിടക്കും. അത് നല്ല ലൂസായിട്ടാണ്, ബ്രീത്തബിളാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബോക്സി ടൈപ്പ്, നമ്മുടെ ക്രോപ്ഡ് ആയിട്ടുള്ള ബോക്സി ടൈപ്പ് ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ലുക്കായിരിക്കും. അപ്പം ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ഇതിട്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. നല്ല ബ്രീത്തബിളായിട്ട് തോന്നിക്കും, കാറ്റ് കയറി ഇറങ്ങും. ആ ടൈപ്പാണിത്. അപ്പം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്ലീവ്ലെസ്, ഇതും ഈ പറഞ്ഞ പോലെ ക്രോപ്പായിട്ടുള്ള ടൈപ്പാണ്. അതായത് കറക്റ്റ് നമുക്ക് ഇങ്ങനെ ആ ജീനിൻ്റെ ലൈനിൽ തന്നെ കിടക്കും. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ടോപ്പാണിത്. നല്ല സ്റ്റൈലിഷ് ആയിരിക്കും, ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഈ ഒരു ടോപ്പ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് നമ്മുടെ ഗൗരി ലക്ഷ്മി അറിയാമോ, പാട്ട് പാടുന്ന അജിതാ ഹരേ, ആ സിംഗറിനൊരു ത്രിഫ്റ്റ് ഷോപ്പുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു ടീഷർട്ടാണ് ഇത്. അടിപൊളി ടീഷർട്ടാണ്, ബ്രീത്തബിളാണ്. അപ്പോൾ ഞാനിത് സിംഗപ്പൂർ ഒരു ട്രിപ്പ് വന്നപ്പോഴത്തേക്കിന് ഞാൻ വാങ്ങിച്ചതാണ്. അവിടെ ഭയങ്കര ചൂടായിരുന്നു ഞാൻ പോയ സമയത്ത്. പക്ഷേ ഇത് ഞാൻ ജീൻ്റെ കൂടെയും ഷോർട്സിൻ്റെ കൂടെയൊക്കെ പെയറപ്പ് ചെയ്ത് ഞാൻ ഇട്ട ഒരു ടൈപ്പാണ്. നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ബ്രീത്തബിളാണ് കേട്ടോ ഇഷ്ടം. കാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങണം. എനിക്ക് ടൈറ്റായിട്ട് ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് അതിലെ ഒരു ടൈപ്പാണ്. അപ്പം ഇത് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. പക്ഷേ എല്ലാം ഒത്തിരി ലെങ്ത്തുള്ള ടൈപ്പൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഡാൻസൊക്കെ കളിക്കാൻ ബെസ്റ്റ് ടൈപ്പാണ്. പിന്നെ ഇത് ഒരു ക്രോഷേ ടോപ്പാണ്, ക്രോഷേ ടീഷർട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ക്രോഷേ ചെയ്ത ഒരു ടീഷർട്ടാണിത്. അപ്പം ഇങ്ങനെ വലിയ ക്രോഷേ ചെയ്യുന്ന സംഭവമൊന്നും അല്ല ഞാൻ, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്താൽ. ബട്ട് ഇതിനുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചൂടാണ്. ഇത് കോട്ടൺ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലായിടത്തും ഇടാൻ പറ്റത്തില്ല. സോ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിംഗ് ആണ് എനിക്ക് ഷർട്ടിൻ്റെ കൂടെ ജീൻസ് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അമരൻ സായി പല്ലവി സ്റ്റൈലും കൂടെ അല്ലേ അത്. ഇത് നമുക്ക് ഫുൾ ഹാൻഡ് വേണമെങ്കിലും ഇടാം, ഇങ്ങനെ മടക്കി വേണമെങ്കിലും ഇടാം. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടിടുന്ന ഒരു ടൈപ്പ് ഞാൻ ചൂസ് ചെയ്യാറില്ല. കുറച്ച് എപ്പോഴും നമുക്ക് ക്യാഷ്വലായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ കംഫർട്ടബിളായിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ ഇടാറുള്ളത്. അപ്പം ബൈ.